പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. ഇതോടെ കേസിൽ 44 പേരാണ് അറസ്റ്റിലാകുന്നത്. ശ്രീരാജ് ബാബുവിന്റെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, ഏകദേശം 44 പേരോളമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എത്തരത്തിലാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? ആതിര, ഇന്ന് രാവിലെ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. വളരെ വേഗത്തിൽ തന്നെ ഈ 44 പേരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 58 പേരാണ് പോലീസിൻ്റെ ലിസ്റ്റിലുള്ള ആകെ പ്രതികൾ. ഇതിൽ പലരും വിദേശത്തുൾപ്പെടെയുണ്ട്. അത് പോലീസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാത്രി ഒരു കേസ് ഇതുപോലെ പത്തനംതിട്ട ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം കല്ലമ്പലം സ്റ്റേഷൻ പോലീസിന് കൈമാറിയിരുന്നു. കായംകുളം സ്വദേശിയായ ഒരു പ്രതി പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. അപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലേക്കും ഈ അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു. നേരത്തെ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട സ്റ്റേഷൻ പരിധിയിലും കേസിൻ്റെ ഭാഗമായി അന്വേഷണം നടന്നിരുന്നു. ഇപ്പോൾ 2 ജില്ലകളിലേക്ക്, പത്തനംതിട്ടയ്ക്ക് പുറമെ മറ്റ് 2 ജില്ലകളിലേക്കും ഈ കേസിൻ്റെ ഭാഗമായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ 10 മണിക്ക് SP ഓഫീസിൽ അവലോകന യോഗം, ഈ കേസിൻ്റെ അവലോകന യോഗം അന്വേഷണ സംഘം അജിത ബീഗം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ചേരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്ന DIG അജിത ബീഗവും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 44 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇതുവരെ 30 കേസുകൾ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരാളെയും കൂടി അറസ്റ്റിലായിട്ടുണ്ട്. എത്രയും വേഗം പരമാവധി പ്രതികളിലേക്ക് എത്താനാണ് പോലീസിൻ്റെ ശ്രമമുള്ളത്. 58 പേരാണ് പോലീസിൻ്റെ പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും വിദേശത്താണെന്നുള്ളത് പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവരെ തിരിച്ചെത്തിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള നാട്ടിൽ ഉള്ള ജില്ലയിലുള്ള പ്രതികളെ എല്ലാവരെയും തന്നെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. പരമാവധി തെളിവുകളും ശേഖരിക്കുക എന്നതും പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന് പ്രതിസന്ധിയാണ്. ആദ്യം തന്നെ പോലീസ് പറഞ്ഞിരുന്നു, ശാസ്ത്രീയമായ തെളിവുകളുടെയും കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക, അങ്ങനെയുള്ളവരെ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ 44 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോടതിയിൽ എത്തുമ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതിനാവശ്യമായ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും, എല്ലാ രീതിയിലുള്ള അന്വേഷണവും നടത്തി വരികയാണ്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. 58 പേരെയും പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. വിദേശത്തുള്ളവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. ആതിര, ശ്രീരാജ്, നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നതുപോലെ അതീവ സങ്കീർണമായ കേസാണ്. പോലീസിന് മുൻപിൽ വിവിധ തരത്തിലുള്ള വെല്ലുവിളികളുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിവേഗത്തിലാണ് ഈ കേസിൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ 58 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണോ? എനിക്ക് തോന്നുന്നത് ഏകദേശം 62 പേർക്കെതിരെയാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ പലരും വിദേശത്താണ്. ഇപ്പോൾ ശ്രീരാജ് സൂചിപ്പിച്ചതുപോലെ 58 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിലായ പ്രതികൾ, അവരെ ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ആതിര, 62 പേർക്കെതിരെയായിരുന്നു CWCക്കും അതുപോലെ തന്നെ പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. കൗൺസിലിംഗിലും ഉൾപ്പെടെ 62 പേർക്കെതിരെയായിരുന്നു മൊഴി നൽകിയത്. പിന്നീട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇതിലെ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് 58 പേരെ പ്രതികളാക്കിയിട്ടുള്ളത്. ഈ 58 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 58 പേരിൽ 44 പേരെയും പോലീസിന് പിടിക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദേശത്തുള്ളവരെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി അവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ സംഘം നടത്തിയ ഈ പ്രതികൾ, കസ്റ്റഡിയിലുള്ളവരെയും അതുപോലെ അറസ്റ്റിലായവരെയും എല്ലാം ആദ്യഘട്ടത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലുകളിലൊക്കെ തന്നെയാണ് ഇത്രത്തോളം സംഖ്യയിലേക്ക് എത്താൻ പോലീസിനും സാധിച്ചത്. 44 പേരെ പിടികൂടാൻ സാധിച്ചതും അവരുടെ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെയായിരുന്നു. ഇവർ തമ്മിൽ കൈമാറിയ വിവരങ്ങൾ, ഇവർ തമ്മിൽ ഫോണിൽ കൈമാറ്റം ചെയ്ത ദൃശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 44 പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. പോലീസ് പറയുന്നത് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് ഉള്ളതെന്ന് പോലീസ് പറയുന്നു. അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ
ഈ വിദേശത്തുള്ളവരെ തിരിച്ചെത്തിക്കുക, അതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം എന്ന് തോന്നുന്നു. അപ്പോൾ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ചെയ്തു വരികയാണ്. അവരെ ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനാണ് പോലീസിൻ്റെ തീരുമാനമുള്ളത്. എന്തായാലും ഈ 44 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുന്നു. DIG അജിത ബീഗത്തിനാണ് നിലവിൽ അന്വേഷണത്തിൻ്റെ ചുമതലയുള്ളത്. അന്വേഷണത്തിൻ്റെ ചുമതല 25 പേരടങ്ങുന്ന അന്വേഷണ സംഘം, അതുപോലെ തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്, അത് ടീം ലീഡ് ചെയ്യുന്നത് പത്തനംതിട്ട DYSP S നന്ദകുമാറാണ്. ഇവരുടെ എല്ലാം അന്വേഷണത്തിൽ, ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിൽ വളരെ വേഗം ഈ 44 പേരെയും പിടിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ദിവസങ്ങൾക്കകം ഇത്രയും വലിയ ഒരു സംഖ്യയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ളവരിലേക്കും പോലീസ് വളരെ വേഗം തന്നെ അന്വേഷണം എത്തിക്കും. അവരിലേക്കും വളരെ വേഗം തന്നെ എത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട കായിക താരത്തെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഘട്ടത്തിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 44 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ പ്രതിപട്ടികയിൽ 58 പേരാണുള്ളത്. അതിൽ തന്നെ വിദേശത്തടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.